പ്രാണനാഥ, എന്നെ സ്നേഹിച്ച സ്നേഹത്തിൻ ആഴമോ, യേശുവേ യേശുവേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മറവിൽ മറച്ചു സൂക്ഷിക്കുന്നത് പോലെ, കഴുകന്തൻ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ, നമ്മളെ മറച്ചും വഹിച്ചും നടത്തുന്ന, സൂക്ഷിക്കുന്ന, പരിപാലിക്കുന്ന ദൈവത്തിന്റെ കരുതലുകളെ എല്ലാം ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. 68 സങ്കീർത്തനത്തിന്റെ 19 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ്. അതെ, നാം ഇങ്ങനെ വായിക്കുന്നു: നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ്. ഈ ലോകത്തിൽ നമുക്ക് അനേക പ്രശ്നങ്ങളുണ്ട്, അനേക വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മളെ തളർത്തുന്ന മേഖലകളുണ്ട്, വഴി അടയപ്പെട്ട അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം പരിഹരിച്ചുകൊണ്ട് നമ്മളെ മുൻപോട്ട് നടത്തുവാൻ കഴിവുള്ള കർത്താവുണ്ട് എന്നുള്ളതാണ്. നാൾ തോറും ഇന്ന് പകലിലും നമ്മെ നടത്തുവാൻ കഴിവുള്ള നമ്മുടെ ദൈവം ഇന്ന് മാത്രമല്ല നാളെയും നമ്മുടെ ജീവിതത്തിന് മുൻപോട്ടുള്ള യാത്രകളിൽ നമ്മളെ പരിപാലിക്കുവാനും നമ്മെ സൂക്ഷിക്കുവാനും കർത്താവ് നമ്മോടൊപ്പമുണ്ട്. അവൻ നമ്മെ ചുമക്കുന്ന കർത്താവാണ്. അതെ, നാം 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം നാം വായിക്കുമ്പോൾ, അവൻ നമ്മുടെ ഭാരങ്ങളെ മാത്രമല്ല ചുമന്നത്, യേശു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ഭാരങ്ങൾ മാത്രമല്ല, അതിനേക്കാൾ വലുത് പാപമാണ്. ആ പാപത്തിന്റെ ആ ഭയങ്കരത്വമായ ആ വലിയ വേദനകളെ, ഭാരങ്ങളെ ചുമന്നുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ കയറി പാപത്തിന്റെയും ശാപത്തിന്റെയും അനുഭവങ്ങളെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാറ്റിക്കൊടുത്ത നമ്മുടെ കർത്താവിന്റെ വിശ്വസ്തത. അത് മാത്രമല്ല, നാം യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ വേദനകളെ, നമ്മുടെ രോഗങ്ങളെ വഹിച്ച നമ്മുടെ കർത്താവ്, നമ്മുടെ വേദനകൾ, നമ്മുടെ രോഗങ്ങൾ, ഇതിനെയൊക്കെ ചുമന്ന കർത്താവ്. അതെ, എന്നെ കേൾക്കുന്ന ആ പ്രിയരെ, നീ വേദനയിലൂടെ കടന്നു പോകുന്നുവോ? നിന്റെ വേദനകളെ അറിഞ്ഞ് പരിഹരിക്കുന്ന കർത്താവ്. അതെ, നീ രോഗത്തിലൂടെ കടന്നു പോകുന്നുവോ? രോഗത്തിന്റെ അവസ്ഥകളിൽ നിനക്ക് ആശ്വാസം തരുവാൻ കഴിവുള്ള കർത്താവ്. നാൾ തോറും നമ്മുടെ രോഗങ്ങളെയും നമ്മുടെ വേദനകളെയും, അത് മാത്രമല്ല നമ്മുടെ പാപങ്ങളെയും പരിഹരിക്കുവാൻ കഴിവുള്ള നമ്മുടെ കർത്താവ്. വിശ്വാസത്തോടെ നാം നമ്മുടെ അനുഭവങ്ങളെ ദൈവത്തോട് പറയുമെങ്കിൽ എല്ലാത്തെയും പരിഹരിക്കുവാൻ യേശു വിശ്വസ്തനാണ്. നാം ജനിക്കുന്നതിന് മുമ്പേ നമ്മുടെ പാപങ്ങളെ ചുമന്ന കർത്താവ്, നമ്മുടെ രോഗങ്ങളെ വഹിച്ചവൻ, നമ്മുടെ വേദനകളെ ചുമന്ന കർത്താവ്, അവൻ ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അത് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്: താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ അവൻ കഴിവുള്ളവനാകുന്നു. അതെ, അവൻ കഴിവുള്ള കർത്താവാണ്. നീ ബലഹീനനാകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ
ഭാരപ്പെട്ട് നിൽക്കുന്ന അനുഭവങ്ങളിൽ സഹായിക്കുവാൻ കഴിവുള്ള കർത്താവ്, ബലമുള്ള കരങ്ങൾ നീട്ടി പിടിക്കുവാൻ കഴിവുള്ളവർ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അതെ, നീ തളർന്നിരിക്കുന്നുവോ, നീ രോഗിയായിരിക്കുന്നുവോ, നീ വിഷമിച്ചിരിക്കുന്നുവോ, നീ കുനിഞ്ഞിരിക്കുന്നുവോ, നിന്നെ വിടുവിപ്പാൻ, നിന്നെ നിവർത്തുവാൻ, നിന്നെ സൗഖ്യമാക്കുവാൻ കഴിവുള്ളവൻ ജീവിക്കുന്നു. ഓരോ ദിവസത്തേക്കും വേണ്ടുന്ന കൃപകളെ നൽകി നമ്മെ നടത്തുവാൻ കഴിവുള്ള നമ്മുടെ കർത്താവ്, അവൻ്റെ കരങ്ങളിൽ നാം പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അത് യെശയ്യാപ്രവചനം 46 അധ്യായത്തിന്റെ 4 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, നാൾതോറും ഭാരങ്ങളെ ചുമക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തി തുടരുകയാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ വാർദ്ധക്യ കാലത്തും ഞാൻ മാറാത്തവൻ തന്നെ, നിങ്ങൾ നരച്ചാലും ഞാൻ നിങ്ങളെ ചുമക്കും എന്ന് പറയുന്നു. അതുമാത്രമല്ല, ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. വാർദ്ധക്യകാലത്തും നമ്മെ ചുമക്കുന്ന കർത്താവ്. വാർദ്ധക്യകാലം ബലഹീന കാലമാണ്, ഒത്തിരി ചിന്താകുലങ്ങളുടെ കാലമാണ്, വേദനകളുടെയും രോഗങ്ങളുടെയും കാലങ്ങളാണ്. എന്നാൽ അവിടൊക്കെ നിന്റെ രോഗത്തെ അവൻ ചുമക്കും, ഭാരത്തെ അവൻ ചുമക്കും. നിസ്സാഹതയുടെ വേലകളിൽ സ്വാതന്ത്ര്യമായി അവൻ അടുത്തു വരും. നീ ഏകനായിരിക്കുമ്പോൾ, നിന്റെ ബലം ക്ഷീണിക്കുമ്പോൾ അവൻ ബലമായി, അവൻ സന്തോഷമായി, സമാധാനമായി അടുത്തു വരുന്ന കർത്താവാണ്. വാർദ്ധക്യകാലത്തും നമ്മെ ചുമക്കുന്ന കർത്താവ്, ബലമുള്ള കരങ്ങളിൽ നമ്മെ താങ്ങുന്ന കർത്താവ്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ നിരാശരാണോ? നിങ്ങൾ രോഗികളാണോ? നിങ്ങൾക്കൊത്തിരി ഭാരമുണ്ടോ? നിരാശപ്പെടരുത്. സഹായിപ്പാൻ കഴിവുള്ളവൻ, അവൻ വാക്കു പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല. 55-ാം സങ്കീർത്തനത്തിന്റെ 22-ാം വാക്യത്തിൽ നമ്മളോട് പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അതേ, പ്രാർത്ഥനയോടെ, സ്തുതിയോടെ, സ്തോത്രത്തോടുകൂടെ നീ അനുഭവിക്കുന്ന വിഷയങ്ങൾ എന്താണോ, നിന്റെ കുടുംബ പ്രശ്നമാണോ, തലമുറയുടെ പ്രശ്നമാണോ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ അനുഭവങ്ങളാണോ, നിന്റെ ഭാരങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ നീ ഇറക്കി വെക്കൂ. അവൻ സഹായിപ്പാൻ കഴിവുള്ളവനാണ്. നിന്റെ കാലുകൾ ഇടറുവാൻ അവൻ സമ്മതിക്കയില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ വചനത്തിൽ നിങ്ങളൊന്ന് ശക്തിപ്പെടുമോ? ഇന്ന്, നാളെ, എപ്പോഴും വാർദ്ധക്യം വരെ ചുമക്കുവാൻ, വിടുവിക്കുവാൻ, വഹിക്കുവാൻ കഴിവുള്ള നല്ല കർത്താവ് ജീവിക്കുന്നു. അവൻ നരച്ചാലും ചുമക്കുന്ന ദൈവമാണ്. അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അതെ, നമ്മുടെ പാപങ്ങളെ ചുമന്നവൻ, നമ്മുടെ വേദനകളെ വഹിച്ചവൻ, നമ്മുടെ രോഗങ്ങളെ ചുമന്നവൻ, നാൾ തോറും നമ്മളെ ചുമക്കുന്നവൻ, നമ്മുടെ വാർദ്ധക്യം വരെ ഈ ഭൂമിയിൽ എത്ര കാലമുണ്ടോ അതുവരെ നമ്മളെ ചുമന്ന് വിടുവിക്കുവാൻ കഴിവുള്ള കർത്താവ്, നമുക്ക് സംരക്ഷണം തരുവാൻ കഴിവുള്ള കർത്താവ്. അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കും. പരിശുദ്ധരായ ഞങ്ങളുടെ ദൈവമേ, എന്നെ കേൾക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ അവരെ താങ്ങണമേ, സഹായിക്കണമേ, സൗഖ്യമാക്കണമേ. നിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ചെറിയ വചനങ്ങളാ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോട് കർത്തൃ ശുശ്രൂഷയിൽ പാസ്റ്റർ KK സാമുവേൽ. എൻ പ്രാണനാഥ, എന്നെ സ്നേഹിച്ച സ്നേഹത്തിൻ ആഴമോ, ആ ക്രൂശിൽ ഞാൻ കാണുന്നു തേജസ്സിന്റെ പൊന്മുഖം. ആ സ്നേഹ